ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ മാംഗോ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒരു പറ ചോറുണ്ണാനൊക്കെ ഈ ഒരു മാംഗോ ഐറ്റംസ് മതിയാവും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ മൺചട്ടിയിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാനായിട്ട് വേറൊരു ഐറ്റത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മളിവിടെ ചനച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് കുറച്ച് നന്നായിട്ട് പൊഴുത്തിട്ടില്ലാത്ത ചനച്ച മാങ്ങ എന്നൊക്കെ പറയും. ആ ഒരു മാങ്ങയാണ് നമ്മളിവിടെ ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട്. അത് വലിയ വലിയ പീസാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്താൽ അതങ്ങ് അലിഞ്ഞു പോകും കേട്ടോ. ഇനിയിത് തിളക്കാന്ന് വെച്ചാൽ ആകെ 3 മിനിറ്റ് മാത്രമേ നമ്മൾ തിളപ്പിച്ചെടുക്കാൻ പാടുള്ളൂ. ഒരുപാട് അങ്ങ് തിളപ്പിച്ചിട്ട് പോയാൽ അത് ആകെ അലിഞ്ഞ് വെന്തിട്ട് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 2 അല്ലെങ്കിൽ 3 മിനിറ്റ് മാത്രം നമ്മൾ തിളപ്പിച്ചിട്ടെടുക്കുക. അതിന് നമ്മളിതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു 2 മിനിറ്റ് 3 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കാം. മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ഏറെ ടേസ്റ്റാണ് കേട്ടോ, കൂടുതൽ ടേസ്റ്റാണ്. അതായത് നമ്മൾ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഒക്കെ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അന്നത്തെ ദിവസം ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ പിറ്റേ ദിവസത്തേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അന്ന് തന്നെ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നത്തില്ല കേട്ടോ. ഇത് നമ്മൾ ഇതിലോട്ടിടുന്നത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിലോട്ടിടുന്നത് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചിട്ടുള്ള ആ ഒരു പൗഡറാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉലുവയും കടുകും നന്നായിട്ട് വറുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക. ആ ഒരു പൊടി നമ്മൾ ഇത് നന്നായി തണുത്ത് വരുന്നത് വരെ കാത്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കുറുകിയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് തന്നെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു മാംഗോ ഡിഷ് അടിപൊളിയായിട്ട് തന്നെ തയ്യാറായിട്ടുണ്ട്. ഒരു പറ ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട എന്ന് പറയുന്നത് പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. ഈ ഒരു വീഡിയോയിൽ ഇത് കുറുകി വന്നിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും ആ ഒരു വീഡിയോ മിസ്സായിപ്പോയി. അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടത്. അതിൽ നന്നായിട്ട് കുറുകി എടുത്ത കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ ഓൾ ഓൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കുക. കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കടുമാങ്ങ അച്ചാർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക.